ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ ദിവസം ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച എന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് തന്നെ യാഗമായി അർപ്പിച്ച ഏറെ ഹൃദ്യമായ, ക്രൈസ്തവന് മറക്കാൻ പറ്റാത്ത, എല്ലാ നാളും ക്രൈസ്തവനെ ബലപ്പെടുത്തുന്ന ദൈവകൃപയുള്ള നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ദിവസം നാം ധ്യാനിക്കുമ്പോൾ അരുമനാഥൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിനായി തൻ്റെ ജീവനെ, തൻ്റെ രക്തത്തെ മറുവിലയായി കൊടുത്തത് എന്തുമാത്രം വേദനകളും എന്തുമാത്രം ലോകത്തിൻ്റെ തിരസ്കരണങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് ഏറെ അനുഗ്രഹമാണ്. അരുമനാഥനെ ഒറ്റിക്കൊടുക്കുന്നത് വെറും 30 വെള്ളിക്കാശിനാണ്. അരുമനാഥന്റെ ശിരസിൽ വെങ്കൽ ഭരണി ഉടച്ച് തൈലം പൂശുന്ന ആ തൈലത്തിന് പോലും 300 വെള്ളിയിൽ കാശിലധികം വിലമതിപ്പുണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് അത് ദരിദ്രർക്ക് കൊടുത്തുകൂടെയോ എന്ന് പറഞ്ഞ യൂദ പോലും അരുമനാഥന് പറഞ്ഞുറപ്പിക്കുന്ന മൂല്യം 30 വെള്ളിക്കാശാണ്. പുറപ്പാട് പുസ്തകം വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയാൽ, ഒരു അടിമ ചത്തുപോയാൽ അവന്റെ പ്രാണന് പകരം യജമാനന് കൊടുക്കുന്ന മൂല്യമാണ് 30 ശേക്കെൽ വെള്ളി. അതായത് ഒരു കാളയോ മറ്റു മൃഗമോ ഒരു ഉടമസ്ഥന്റെ ഉടമസ്ഥതയിലുള്ളത് ഒരു മനുഷ്യനെ കുത്തിയോ അപായപ്പെടുത്തിയോ കൊന്നുകളഞ്ഞാൽ ആ കാളയുടെ ഉടമ 30 ശേക്കെൽ വെള്ളി അടിമയുടെ ഉടമസ്ഥന് കൊടുത്തുകൊണ്ട് അടിമയുടെ ജീവന്റെ വിലയായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ ഇട്ടിരിക്കുന്ന വിലയാണ് 30 ശേക്കെൽ വെള്ളി. ഒരു അടിമയുടെ വില വാങ്ങിയാണ് അരുമനാഥനെ വിൽക്കുന്നത് എന്ന്, ഒറ്റുന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, പാതിരാത്രിയുടെ യാമങ്ങളിൽ പോലും മാറി മാറി വിചാരണ ചെയ്യുന്നതും പ്രഹരിക്കുന്നതും പലവിധത്തിൽ ഉപദ്രവിക്കുന്നതും തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്റെ സന്നദ്ധരെ കൂടുന്നതിന് വ്യക്തമായ നിബന്ധനകളും ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാത്രി ഒരു കാരണവശാലും വിചാരണ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ രാത്രി വിചാരണ അവിടെ നടക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. പല വിചാരണ സമയങ്ങളിലും, പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കലൊക്കെ വിചാരണ നടക്കുമ്പോൾ പല ആൾക്കാരെയും അനുവദിച്ചിരുന്നില്ല. അവർക്ക് അവരോടൊപ്പം ചേർത്ത് നിർത്തുവാൻ പറ്റുന്ന, അവരുടേതായ ആശയങ്ങളെ അനുകൂലിക്കുന്ന ഒരുപിടി ആൾക്കാരെ മാത്രം കൂട്ടിച്ചേർത്ത് യേശുവിനെ അനുകൂലിക്കുന്നവരെയൊക്കെ പുറത്താക്കി ഇങ്ങനെ വല്ലാത്തൊരു പക്ഷഭേദം കാണിച്ചുകൊണ്ടാണ് യേശുവിന്റെ വിചാരണ നടത്തുന്നതെന്ന് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എന്നാൽ ഇതും അവരുടെ നിയമത്തിന് വിരുദ്ധമായിരുന്നു. വീണ്ടും ക്രൂശിച്ചു കൊല്ലുവാനായിട്ട് യേശുവിനെ വിധിക്കുമ്പോഴും ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ ഇങ്ങനെ തള്ളിക്കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശിക്ക എന്ന് ആക്രോശിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ജനസമൂഹത്തെ ഇളക്കി വിടുന്ന മത പുരോഹിത നേതാക്കന്മാരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെയൊന്നും തനിക്ക് നിഷേധിക്കപ്പെട്ട നീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെക്കുറിച്ചോ യേശു അധികം സംസാരിക്കുന്നത് നാം കാണുന്നില്ല. എല്ലാം സഹിച്ച് ഒരു കുഞ്ഞാടിനെ പോലെ രോമം കത്രിക്കുന്നവന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന അനുഭവം. എന്തിനീ കർത്താവ് മൗനം പാലിച്ചു? മാനവരാശിയുടെ ആകമാനമുള്ള പാപത്തെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അത്രയും അടുപ്പമുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം, അത്രയും പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് എപ്പോഴും അനുഭവിച്ചിരുന്ന ദൈവ സാന്നിധ്യം. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു വേള കർത്താവ് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അരുമനാഥൻ കൈവിട്ടു, പിതാവായ ദൈവം കൈവിട്ടു എന്ന് പറയുന്നുവെങ്കിൽ കൈവിടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് അത്തരം ഒരു വാചകം ഉച്ചരിച്ചത്, അല്ലാതെ അല്ല എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട്? യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വചനം നമുക്ക് വായിക്കാൻ പറ്റും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, പുത്രനെ വിട്ട് ലോകത്തെ ചേർത്ത് പിടിച്ച, ലോകത്തെ വീണ്ടെടുത്ത ആ ഒരു നിമിഷാർത്ഥം അരുമനാഥൻ, സ്വന്തം പുത്രൻ, ഇഷ്ടപുത്രൻ തള്ളപ്പെടുന്ന, തഴയപ്പെടുന്ന അനുഭവം. ഇത്രയും വേദനാജനകമായ ശാരീരിക, ആത്മീക, മാനസിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരൊറ്റ ചിന്ത മാത്രം യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. ഒടുവിലത്തെ നിമിഷം വരെ
ആ സ്നേഹത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റം വരെ സ്നേഹം, സ്നേഹം, സ്നേഹം മാത്രം. ആ സ്നേഹമാണ്, ആ സ്നേഹത്തെ പ്രതിയാണ് നാം ഇത്തരത്തിലായിരിക്കുന്നത്. ഈ യേശുവിൻ്റെ സ്നേഹത്തിന് നാം എന്ത് വിലയാണ് മതിക്കുന്നത് എന്ന് ചിന്തിക്കും. യൂദായെ പോലെ അടിമയുടെ വിലയാണോ ഇട്ടിട്ടുള്ളത്? അതോ ഒരു സ്ത്രീ വെങ്കൽ ഭരണി നിറയെ ഉള്ള എണ്ണ അല്പമൊന്ന് മൂടി തുറന്ന് ഒഴിക്കുകയല്ല, പൊട്ടിച്ച് തലയിൽ ഒഴിച്ച അനുഭവം, അതുപോലെ അവനെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്? മുഴുവനായി, പൂർണ്ണ സമർപ്പണത്തോടെ, ഉള്ളം മുഴുവൻ നൽകിക്കൊണ്ട് അരുമനാഥനെ സ്നേഹിക്കുവാനായിട്ട് കഴിയുമോ? അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാനും മടങ്ങി വരുവാനും ഈ നല്ല ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അനവധി പീഡകളാലും അനവധി വേദനകളാലും അങ്ങ് നുറുക്കപ്പെട്ടതും അങ്ങ് ചതയപ്പെട്ടതും അടിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റെടുക്കുന്നു, മാപ്പപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വരുന്നു. നിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണമേ. യൂദായെ പോലല്ലപ്പ, ഉള്ളം മുഴുവനും നിനക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന മക്കളായി തീരേണ്ടുന്നതിന് അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തുയേശു മുഖാന്തരം കേൾക്കണമേ. ആമേൻ.